പറയൂ, എന്തു പറ്റി? ഇവനെ എന്തിനാണ് കെട്ടിയിട്ടത്? കേൾക്കൂ കേൾക്കൂ, വിന്ധ്യപർവ്വതത്തിൽ ജംബുദ്വീപിൽ ഇന്ന് കലാപരിപാടിയുണ്ട്. രാജാ രമണവർമ്മൻ ആജ്ഞാപിച്ചു. ആഹാ, ശാസ്ത്രവ്യാഖ്യാനവും സംഗീതവും. എല്ലാവരും വരും. മയിൽ, കാക്ക, കോഴി, കുരുവി, കഴുകൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. രമണവർമ്മന്റെ ശ്രദ്ധ എല്ലാവരിലുമുണ്ട്. ഞാൻ നിങ്ങൾക്കെല്ലാം രക്ഷകനാണ്. നിങ്ങളുടെ നന്മയാണ് എൻ്റെ പ്രാർത്ഥന. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മലമുകളിൽ ഒരു അപൂർവ അതിഥി വരുന്നു. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ദൂരദേശത്ത് നിന്ന് വന്നതാണ്. ഞാൻ പല അത്ഭുതങ്ങളും കണ്ടു. നോക്കൂ, അവന്റെ നീണ്ട കൊക്ക്. മുൻപൊരിക്കലും നീർപക്ഷി ഇവിടെ വന്നിട്ടില്ല. വരൂ, നമുക്കവനെ ബഹുമാനിക്കാം. പുതിയ അതിഥിയിൽ നിന്ന് പഠിക്കാൻ കിട്ടും. നിങ്ങളുടെ സൽക്കാരം വളരെ മാന്യമാണ്. എനിക്ക് സന്തോഷമായി. പക്ഷികൾ അദ്ദേഹത്തെ ആദരിച്ചു. അലങ്കാരം, ഭക്ഷണം, കഥകൾ, നൃത്തം. ഇനി എനിക്ക് പോണം. മിൽക്കു, ആദ്യം പറയൂ, നിന്റെ രാജാവും ഞങ്ങളുടെ രാജാവും തമ്മിൽ എന്താണ് വ്യത്യാസം? അപമാനിക്കരുത്, അഭിപ്രായം പറയൂ. ശരി, എൻ്റെ നാട് വിശാലമായ തടാകങ്ങൾ പോലെയാണ്. താമര, ശാസ്ത്രജ്ഞാനം, പിന്നെ വിലപിടിപ്പുള്ളവ. എന്നാൽ നിങ്ങളുടെ നാട് മലകളാൽ ചുറ്റപ്പെട്ട് കുത്തനെയുള്ളതാണ്. ഞങ്ങളുടെ രാജാവ് അതിശക്തനും പണ്ഡിതനുമാണ്. നിങ്ങളുടെ രാജാവ് വെറും സുന്ദരനാണ്, പിന്നെ നൃത്തം ചെയ്യും. ഞങ്ങളുടെ ദൈവീക ഗുണങ്ങൾ. അവൻ നമ്മുടെ അതിഥി സൽക്കാരത്തെ അപമാനിച്ചു. അവനെ പാഠം പഠിപ്പിക്കണം. അവൻ നമ്മുടെ രാജാവിനെയും രാജ്യത്തെയും അപമാനിക്കുന്നു. അവന് ശിക്ഷ കിട്ടണം. ആദ്യം കേൾക്കൂ, അവന്റെ വാക്ക് വിശ്വസിക്കണോ? നമ്മുടെ മഹിമ വെറും പുറമോടി മാത്രമാണോ? നമ്മൾ വെറുതെ രക്തം ചിന്തരുത്. ചില പക്ഷികൾ ആക്രമിക്കാൻ ഓടി, എന്നാൽ പലരും തടഞ്ഞു. ദീർഘപല്ലവനെ കെട്ടിയിട്ട് രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്നു. പറയൂ, എന്തു പറ്റി? ഇവനെ എന്തിനാണ് കെട്ടിയിട്ടത്? മഹാരാജാവേ, ഇവൻ കർപ്പൂരദ്വീപിൽ നിന്ന് വന്നതാണ്. ഇവൻ തൻ്റെ രാജാവ് ഹിരണ്യഗർഭനെ പുകഴ്ത്തുകയും നമ്മുടെ രാജ്യത്തെ നിന്ദിക്കുകയും ചെയ്തു. ദയവായി പറയൂ, എന്ത് ശിക്ഷ നൽകണം? മഹാരാജാവേ, ഒരു വീരനായ രാജാവിന് യുദ്ധത്തോട് ആഗ്രഹം തോന്നാം. പക്ഷേ ആദ്യം തന്ത്രം പ്രയോഗിക്കുന്നവനാണ് ബുദ്ധിമാൻ. ദൂതനെ അയച്ച് ചോദിക്കൂ, അവർ കപ്പം തരുമോ? സൗഹൃദം കൂടുമോ? അതോ യുദ്ധം വേണോ? അവർ മിണ്ടാതിരുന്നാൽ അപ്പോഴും നടപടി സമയത്തിനെടുക്കാം. ഞാൻ സത്യം മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷേ ഞാൻ ആരെയും അപമാനിക്കാൻ ആഗ്രഹിച്ചില്ല. സത്യം പറയാം, പക്ഷേ അത് മര്യാദയോടെ പറയുന്നതും ഒരു കലയാണ്. നമ്മൾ ദൂതനെ അയക്കും. അരുൺചരൺ, നീ പോകൂ. പക്ഷെ ഒരു കാര്യം, നീ അവിടെ സമാധാനത്തോടെ പോകണം. കൂടെ ഭയപ്പെടുത്തുന്ന സന്ദേശം നൽകരുത്. കൽപ്പന അനുസരിക്കുന്നു. ഞാൻ ദൂതനായി പോകും. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകും. നിങ്ങളെല്ലാം എന്നെ അപമാനിച്ചു, പക്ഷേ ഞാൻ എൻ്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കും. അരുൺചരൺ പോകുന്നു. ഇതിനിടയിൽ സമാധാനം പാലിക്കാനും മാപ്പ് ചോദിക്കാനും ചില പക്ഷികൾ ദീർഘപല്ലവനോട് പറഞ്ഞു. ദീർഘപല്ലവൻ കുറച്ചു വാക്കുകളിൽ തന്റെ സ്വരം മയപ്പെടുത്തുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം അരുൺചരൺ തിരിച്ചു വരുന്നു. മഹാരാജാവേ, ഞാൻ കർപ്പൂരദ്വീപിലെ രാജാവ് ഹിരണ്യഗർഭനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ സ്വതന്ത്രരാണ്. പക്ഷേ ഞങ്ങൾ നിസ്സാര കാര്യത്തിനോ നിന്ദക്കോ സൗഹൃദം തകർക്കില്ല. ഞങ്ങൾ യുക്തിയോടെയും ആദരവോടെയും സംസാരിക്കുന്നു. ബഹുമാനമുള്ളിടത്ത് സഹകരണം സാധ്യമാണ്. അപമാനമുള്ളിടത്ത് അകലമാണ് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം യുദ്ധത്തിന് വെല്ലുവിളിച്ചില്ല, പക്ഷേ കപ്പം തരാമെന്നും പറഞ്ഞില്ല. അപ്പോൾ അവരുടെ മറുപടി എന്താണ്? സൗഹൃദമോ ശത്രുതയോ? അവർ തയ്യാറാണ്, പക്ഷേ ആദ്യം സമ്മതവും ഔദ്യോഗികമായ ആദരവും പ്രതീക്ഷിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാം. രാജ്യത്തിൻ്റെ മഹത്വം ശക്തി കൊണ്ട് മാത്രമല്ല, ബഹുമാനവും നീതിയും കൊണ്ടാണ് ഉണ്ടാകുന്നത്. ദീർഘപല്ലവൻ ഒരുപക്ഷെ സംസാജത്തിൽ കടുപ്പം കാണിച്ചു, പക്ഷേ
നമ്മളും അതിഥിയെ ശിക്ഷിച്ചു. അത് ശരിയായില്ല. മഹാരാജാവേ, എൻ്റെ സംസാരം കടുത്തുപോയി. ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ മഹിമ പറഞ്ഞു. പക്ഷേ സ്വാഭിമാനമെന്നാൽ മറ്റുള്ളവരെ അപമാനിക്കലല്ല. ശരിയാണ്. നമ്മൾ ഇനി 2 കാര്യങ്ങൾ ചെയ്യും. കർപ്പൂരദ്വീപുമായുള്ള ദൂതബന്ധം ഔദ്യോഗികമായി സൂക്ഷിക്കുക. സാംസ്കാരിക വിനിമയത്തിന് ഒരു ഉത്സവം നടത്തുക. നമ്മുടെ പണ്ഡിതരെ അയച്ച് അറിവുകൾ പങ്കുവയ്ക്കുക. പിന്നെ ദീർഘപല്ലവ, നീയും നിൽക്കൂ. നിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾ പഠിക്കും, പക്ഷേ മര്യാദയോടെ. ബന്ധുത കടുപ്പമാകാം, പക്ഷേ ശരിയായ സന്തുലനമുണ്ടാക്കുകയാണ് ഭരണകൂടത്തിന്റെ ജോലി. സഭയിൽ സമാധാനം നിലനിൽക്കുന്നു. ദീർഘപല്ലവൻ മാപ്പു ചോദിച്ചു. രമണവർണ്ണൻ നയതന്ത്രപാത തിരഞ്ഞെടുത്തു. അരുൺചരൺ പ്രശംസ നേടി.